നിങ്ങളിപ്പോ എന്താ പറയുന്നത്? ആരും വന്നാലും നമുക്ക് കണക്കാം. ഒന്നും പറയാറായിട്ടില്ല. ഇപ്പൊ ഒരു സാധ്യത കൂടുതൽ എങ്കിലും നമ്മുടെ ഞാനെന്ന് വെച്ചാൽ വോട്ടിട്ട് ജയിച്ചെങ്കിലല്ലേ അറിയാൻ പറ്റൂ. ഒരഭിപ്രായവും പറ്റുന്നില്ല. ഇവരെ എങ്ങനെ വിശ്വസിക്കും ഈ ജനങ്ങൾ? നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഈ ഒരു വേളയിൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന എ ക്ലാസ് മണ്ഡലമായി കൊട്ടാരക്കര മാറിക്കഴിഞ്ഞു. രാഷ്ട്രീയ ചൂടുമാറ്റങ്ങൾക്ക് ഏറെ ചർച്ച ചെയ്യപ്പെട്ട കൊട്ടാരക്കരയുടെ മണ്ണ് ഈ വട്ടം ആര് വാഴും ആര് വീഴുമെന്ന് നമുക്ക് കണ്ടറിയാം. ജനങ്ങൾക്കിടയിലേക്ക് ഞങ്ങൾ നടത്തുന്ന സർവേ. കൊട്ടാരക്കര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതുവരെ പേര് പറഞ്ഞിട്ടില്ല എങ്കിലും നമുക്ക് 3 പേരുകൾ പറയാൻ പറ്റും. നിലവിലെ MLA മന്ത്രിയുമായ ബാലഗോപാലും, രണ്ടാമത് ഐഷ പോറ്റിയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരും. BJP സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസിന്റെ നേതാവും കൂടെ ആയിരുന്ന രശ്മിയാണ്. അവരിപ്പം BJPയിലായിട്ട് ചേർന്നിട്ടുണ്ട്. അപ്പൊ ഈ 3 പേരുകൾ ആര് ജയിക്കും? ആര് ജയിക്കുന്ന വെച്ചാൽ നേരത്തെ രാജഗോപാൽ ഉറപ്പം. ഐഷ പോറ്റി ആയിരിക്കും. ഐഷ പോറ്റി നേരത്തെ LDF ആയിരുന്നു. ഇപ്പൊ ഇപ്പൊ UDF ആണ്. അപ്പൊ ആർക്ക് കൊടുക്കണം? ഐഷ പോറ്റിക്കാണ്. 3 പേര് നിൽക്കുന്നു. 3 കിട്ടക്കെട്ട് നിൽക്കും. അങ്ങനെ അവസാനം എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഒന്നും പറയാൻ പറ്റത്തില്ല ഇപ്പോഴും. അത് ഞാൻ പറയുന്നില്ല, എനിക്കത് പറയാൻ പറ്റത്തില്ല. സീക്രട്ടാ. ഞാൻ കുണ്ടറമണ്ഡലമാണ്. എങ്കിലും കൊട്ടാരക്കരയിലെ ഒരു തിരിയെടുത്ത് നോക്കുവാണെങ്കിൽ BJPയുടെ ആള് ജയിക്കണം. അവിടെ BJP നമ്മുടെ ആഗ്രഹം അതാണ്. വരുമെന്നുള്ള ഉറപ്പുണ്ട്. BJP സ്ഥാനാർത്ഥി രശ്മിയിലേക്കാണ്. ഞങ്ങളിപ്പോ എന്താ പറയുന്നത്? ആരും വന്നാലും നമുക്ക് കണക്കാം. നമുക്ക് അങ്ങനെ ഒരു നിഗമനം ഇല്ല. നമ്മൾ ഈ രാഷ്ട്രീയമായിട്ടൊരു ഇതില്ല. നോക്കാം. എങ്കിലും എന്നാലും ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോഴും ഒരു രക്ഷയില്ല. ബാലഗോപാല് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് വരാൻ സാധ്യതയുണ്ട്. ഋഷാപ്പൊറ്റിക്കാണ് ഇപ്പൊ ഒരു സാധ്യത കൂടുതൽ എങ്കിലും നമ്മുടെ മന്ത്രിയെ പിന്തള്ളാൻ പറ്റത്തില്ല. അങ്ങനൊരു കാഴ്ചപ്പാടിലാണ്. ഒന്നും പറയാൻ പറ്റത്തില്ല ഇപ്പൊ ഇപ്പോഴത്തെ ഒരു രീതി വെച്ച്. അതൊരു കുഴയ്ക്കുന്ന ചോദ്യമാണ്. സാധ്യത കണക്ക് കൂട്ടുന്നത് ഐഷാപ്പോറ്റിക്കാന്നാ തോന്നുന്നത്. എനിക്കൊരു ഭരണമാറ്റം വരണമെന്ന് ആഗ്രഹമുണ്ട്. ഐഷാപ്പോറ്റി വരണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഐഷാപ്പോറ്റി വരാനാണ് ചാൻസ്. കൂട്ടത്തില് ഐഷാപ്പൊറ്റി ആയിരിക്കും വരേണ്ടി വരും. ആരാണെന്നൊന്നും പറയാകത്തില്ല. അത് ഇപ്പൊ സ്ഥിരതയാർന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് KN ബാലഗോപാലാണ്. കൊട്ടാരക്കരയുടെ വികസനത്തിന്, കേരളത്തിലെ വികസനത്തിന് ഇത്രയധികം ഊന്നൽ കൊടുത്തിട്ടുള്ള ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് കൊട്ടാരക്കര അടുത്തായി മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ടും മറ്റ് 2 വിഭാഗത്തിൽ നിൽക്കുന്ന ആളുകളെ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അതിൽ ഒരാളെന്ന് പറയുന്നത് ഇക്കാലം അത്രയും CPMന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ആനുകൂല്യങ്ങൾ മൊത്തം വാങ്ങി അവരോടൊപ്പം നിന്നിട്ട് 3 വർഷമായി പാർട്ടിയുടെ ഒരു പ്രവർത്തനങ്ങളിലും നിൽക്കാതെ ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി പോയൊരു വ്യക്തിയാണ് കോൺഗ്രസിന് മത്സരിക്കുന്നത്. അതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കുന്നത് കോൺഗ്രസിന്റെ മകളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഈ രശ്മി. അവരാണ് BJPക്ക് മത്സരിക്കുന്നത്. അപ്പോൾ ഇവരെ എങ്ങനെ വിശ്വസിക്കും ഈ ജനങ്ങൾ? അപ്പോൾ സ്ഥിരതയാർന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുന്ന KN ബാലഗോപാൽ, ആ വ്യക്തി തന്നെയല്ലേ ഇവിടെ മത്സരിക്കേണ്ടത്? ആ വ്യക്തിയല്ലേ ജയിക്കേണ്ടത്? എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഒരു കിളവിത്തള്ള പറയുന്ന ഐഷ പോറ്റി വരാന്. ഒരഭിപ്രായവും പറ്റുന്നില്ല.